എല്ലാവർക്കും സബീസ് ക്രേസി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കോക്കനട്ട് കേക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറയാം. ഞാനിവിടെ 250 ml പാൽ എടുത്തിട്ടുണ്ട്, 4 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു 1.5 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, 1.5 പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ അതിലേക്ക് ഒരു 1/4 കിലോ റോസ്റ്റഡ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ, പിന്നെ ഞാൻ ഒരു 200 ഗ്രാം ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 200 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2.25 കപ്പോളം വരുന്നുണ്ട്. അപ്പോൾ 200 ഗ്രാം ആയിട്ട് ഇളക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇളക്കുക, അല്ലെങ്കിൽ കപ്പാണെച്ചെങ്കിൽ ഒരു 2.25 കപ്പ് അളന്നെടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, അടി കരിയാതിരിക്കാൻ. അപ്പോൾ പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായി അലിയുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസാൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കണേ. ഒരു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ബട്ടർ നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1/4 കിലോ റോസ്റ്റഡ് റവ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റവ ചെറുതായിട്ടൊന്ന് കുറുകി വരും. അപ്പം നമ്മൾ തീയൊന്ന് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് നമുക്ക് വെക്കാം. റവ ഒന്ന് കുക്കാവുന്ന വരെ ചെറുതായിട്ട് കുക്കായാൽ മതി. അതുവരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി കരിഞ്ഞു കഴിഞ്ഞാൽ കേക്കിൻ്റെ ടേസ്റ്റ് മാറിക്കിട്ടും. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ റവ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ പാലും പഞ്ചസാരയും റവയും ബട്ടറും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് കുക്കായി കട്ട് ചെയ്ത് പോകരുത്, ഒരു മീഡിയം ആയിട്ട് കുക്കായാൽ മതി. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എഗ് വൈറ്റും എഗ് യോക്കും കൂടിയിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എഗ് യോക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ് യോക്ക് ഒരു ക്രീം കളറായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ തണുക്കാനായിട്ട് വെച്ചിരിക്കുന്ന റവയുടെ മിക്സർ ഒന്ന് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എഗ് യോക്കിലേക്ക് നമ്മൾ റവ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവ തണുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 200 ഗ്രാം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. കുറേശ്ശായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ലോ സ്പീഡിൽ. ഇനി ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സ്റ്റിഫായിട്ട് തന്നെ എഗ് വൈറ്റ്. അപ്പോൾ അതുവരെയ്ക്ക് നന്നായി ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക.
അപ്പോൾ എഗ് വൈറ്റ് നല്ല ഫോമായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഡെസിക്കേറ്റഡ് കോക്കനട്ട് മിക്സിലേക്ക് ഇത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് മിക്സ് ആക്കി കൊടുക്കരുത്, ജസ്റ്റ് ഇതൊന്ന് എഗ് വൈറ്റ് ഇതിലൊന്ന് ചേരുന്ന പോലെ മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് ഇതൊന്ന് മാറ്റുകയാണ്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് വണ്ടർ ഷെഫിൻ്റെ OTG ആണ്. ഞാനതിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മിനിറ്റോളം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ ഓവൻ വെച്ചെങ്കിൽ OTG ആണെങ്കിലും കൺവെൻഷൻ വെച്ചെങ്കിലും ടെമ്പറേച്ചർ എങ്ങനെ വെച്ചെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ഓവനിലോട്ട് വെക്കാം. നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ട്രേന്ന് മാറ്റാം. അത് കഴിഞ്ഞ് ഒരു ദിവസം ഫുള്ളായിട്ട് പുറത്ത് വെച്ചതിന് ശേഷം മാത്രം ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോഴേക്കും അതിന് നല്ല സ്വാദ് കിട്ടുക. അപ്പോൾ ഇത് തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. കേക്ക് ഇവിടെ നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കിത് ബേക്കിംഗ് ട്രേന്ന് ഒന്ന് മാറ്റാം. ഇതൊരു ദിവസം ഫുള്ളായിട്ട് പുറത്ത് വെച്ചതിന് ശേഷം മാത്രം ഡെക്കറേറ്റ് ചെയ്യുക. എന്നാലേ കേക്കിന് ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിനി വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതേപോലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തിളപ്പിക്കാം. എന്നിട്ട് അതിൻ്റെ മീതെ ഇതേപോലെ ഒരു ബൗള്, ഗ്ലാസിൻ്റെ ബൗളായാൽ നല്ലതായിരിക്കും, പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ ബൗളാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചോക്ലേറ്റ് ഉരുക്കാൻ ഉപയോഗിക്കുന്ന ബൗള് നല്ല ഡ്രൈ ആയിരിക്കണം എപ്പോഴും. അപ്പോൾ വെള്ളം നനവോ ഒട്ടും പാടില്ല. വെള്ളം നനവുണ്ടെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടില്ല. അപ്പം നമുക്ക് ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചോക്ലേറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിലോട്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടിയിട്ട് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അലിയിച്ചെടുക്കാം. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫിയായി കിട്ടണം നമുക്ക് വിപ്പിംഗ് ക്രീം. അപ്പം നമുക്ക് ആദ്യം ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡ് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് നേരത്തെ തയ്യാറാക്കി ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റും അതുപോലെ വിപ്പിംഗ് ക്രീമും കൂടിയിട്ട് നന്നായിട്ട് ഈ ഒരു ഫോമിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു
ഒരു 1/4 മുതൽ 1/2 കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കാം. അത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തതിന് ശേഷം നമുക്ക് ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്കൊരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാനുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിലേക്കുള്ള ലെയറിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്കിലേക്കുള്ള സിറപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മീതത്തെ പൊടിയൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്കാം. ഇല്ലാച്ചാൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ പൊടിയൊക്കെ ഇതേപോലെ മീത ഇങ്ങനെ പൊന്തി നിൽക്കുക. അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു റോളിംഗ് ടേബിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഞാനൊരു കേക്ക് ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. കേക്ക് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കുക ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് കേക്ക് ഒന്ന് പൊട്ടി. അപ്പം നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കുക. കാരണം ഇത് റവയാണ്, മൈദയല്ല. നമ്മൾ റവയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ പൊട്ടിപ്പോയ ഭാഗം ഒന്ന് ഫില്ല് ചെയ്തിടാം അതിനകത്തോട്ട്. ഇതിപ്പോൾ പൊട്ടിപ്പോയിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ക്രീമൊക്കെ ഇടുമ്പോൾ അത് ശരിയാവും. ഒന്ന് അടുപ്പിച്ച് വെച്ച് കൊടുക്കുക, അതേപോലെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിന് മുകളിലോട്ട് നമുക്ക് സിറപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് 2 ലെയർ എന്നുള്ളത് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ 2 ലെയറായിട്ടേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഒരുപാടൊന്നും നനച്ച് കൊടുക്കണ്ട. ജസ്റ്റ് ഒരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് നനച്ച് കൊടുക്കുക. ഇനി ഇതിന് മുകളിലോട്ട് നമുക്ക് ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് അടുത്ത ഭാഗം ഒന്ന് വെച്ച് കൊടുക്കുക. രണ്ടാമത്തെ ലെയർ ഒന്ന് വെച്ച് കൊടുക്കുക.
ഇനി ഇതിന് മുകളിലോട്ട് നമുക്ക് സിറപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലോട്ട് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡിലൊന്ന് ക്രീം തേച്ച് കൊടുക്കുക. ഇതിൻ്റെ സൈഡ് ഫുള്ളായിട്ട് നമ്മൾ ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇതേപോലെ ലെവൽ ചെയ്യുമ്പോൾ നമുക്ക് ക്രീം എവിടെയെങ്കിലും ചെറുതായിട്ട് ഇതേപോലെ ഗ്യാപ്പ് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടി ക്രീം ആ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ പിന്നെ ഒന്നുകൂടി ഇതേപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേക്ക് നല്ല ഫിനിഷിങ് ആയിരിക്കും. കാണുമ്പോൾ തന്നെ ഡെക്കറേറ്റ് ചെയ്തു എന്ന് തന്നെ നമുക്ക് ഫിനിഷിങ്ങിൽ തന്നെ വേഗം മനസ്സിലാവും. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഉള്ളിലോട്ട് അകത്തോട്ട് വേണം നമുക്ക് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്യാൻ. നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന ക്രീം വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ ഇതിൻ്റെ മീതെ കൊടുക്കാം. അപ്പം നമുക്ക് ഇതേപോലെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ ഡെക്കറേറ്റ് ചെയ്യാം. നമ്മളിത് ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സൈഡിൽ ഒന്ന് തുടച്ച് കൊടുക്കുക, ഒന്ന് ഫിനിഷാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.